അപ്പോൾ ഇവിടേക്ക് നമ്മൾ കുറച്ച് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നേന് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നെക്ലസ് ഉണ്ടാവില്ലേ, അത് വാങ്ങിച്ചു. അങ്ങനെ മനസ്സോടുകൂടി എൻ്റെ പേടി കാരണം അവർ എൻ്റെ കൂടെ തിരിച്ചു പറയാം. നമുക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നതോ അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടിയതോ കള്ളം പറഞ്ഞതൊന്നുമല്ല. അത് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും പറ്റിയൊരു ടൈമും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് നാളേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള രീതിയിൽ കൊടുക്കും. അപ്പോൾ എൻ്റെ ലൈഫിലെ ഒരുക്കങ്ങളെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാവേ. ഹലോ ഹൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ഡൈൻമേ ലൈഫാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ആഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് സൺഡേ. അപ്പോൾ ഇന്ന് ഒരുപാട് ബിസി ആയിട്ടുള്ളൊരു സൺഡേ ആണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഇതാ എണീറ്റ് നമ്മൾ കുറച്ച് സമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഉറക്കക്ഷീണം പോലെ ആയിരിക്കും കേട്ടോ. കുറച്ച് സമയങ്ങളിൽ നമ്മൾ എണീറ്റിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് റിലാക്സ് ആയില്ലെങ്കിൽ ഇന്ന് വളരെ ബിസി ആയിട്ടുള്ളൊരു ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് ഒരുങ്ങി വരാമെന്ന് വിചാരിച്ച് പോവാൻ നോക്കുമ്പോഴാണ് ഷീനു നിങ്ങളെ പാൻ കാർഡ് ഒന്ന് താന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ പാൻ കാർഡ് അവന് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സും അതുപോലെ തന്നെ ബാഗൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോട്ടോ. പേഴ്സൊക്കെ ആകെ ചിന്നി ചിതറിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു അന്ധവിശ്വാസമുള്ള കാരണം ഞാൻ ഈ പേഴ്സ് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണേ. അതുപോലെ ബാഗും എനിക്ക് എപ്പോഴും മാറ്റാൻ പേടിയായത് കാരണം തന്നെ പഴയ തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുക. പുതിയ ബാഗുകളൊക്കെ നല്ല റേറ്റുള്ള ബാഗൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്കതൊക്കെ ഉപയോഗിക്കാൻ പേടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പേടിച്ചിട്ട് പിന്നെ എന്തിനാ വാങ്ങിക്കണം, കാണുമ്പോൾ ഭംഗി കണ്ടിട്ട് വാങ്ങിക്കണം. ഒറ്റ പ്രാവശ്യം പോലും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. എപ്പോഴും തന്നെ ഞാൻ കൊണ്ടുപോകാറ് കേട്ടോ. ഓരോരോ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ അങ്ങ് വിശേഷിപ്പിക്കാം. പക്ഷെ നമ്മളൊരു വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്നല്ലേ പറയുക. അങ്ങനെ ഇതാ ഞാൻ മാത്രം കുളിച്ച് വന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിച്ചുവിനെ എണീപ്പിക്കുകയാണ് കേട്ടോ. എന്നാലാണ് നമ്മൾ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേനും അവനും റെഡി ആവുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. ഇവനിപ്പോൾ എന്നെക്കാളും ഹൈറ്റായിട്ടോ. എല്ലാവരും ചോദിക്കുമ്പം 10ാം ക്ലാസ്സിലാണോ പഠിക്കണതെന്ന് ചോദിക്കുമ്പോൾ 6ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണത്. എനിക്ക് 11 വയസ്സായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അവൻ്റെ വിചാരം അങ്ങനെ കേട്ടോ, വലിയ ആളായി എന്നാണ് അവൻ്റെ ഒരു ധാരണയ്ക്ക്. അങ്ങനെ പെട്ടെന്ന് കുളി നനക്ക് കഴിഞ്ഞ് നമ്മളിതാ ലേഡീസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകണേ. അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടാൽ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകട്ടോ, ചതിക്കല്ലേ പൊന്നേന്ന്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ കുറച്ച് ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നേന് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് കുറച്ച് ഗോൾഡ് മേടിക്കാൻ വേണ്ടി വന്നതാണേ. ഇങ്ങനെ ഈ ഒരു ജ്വല്ലറി കാണുമ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് വർഷങ്ങൾ പിറകോട്ട് പോകാൻ കേട്ടോ. ഒരു 15 വയസ്സുകാരിക്ക് നിക്കാഹിന് സ്വർണ്ണം എടുക്കാൻ ഉമ്മയുടെ കൂടെ വന്ന കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുമല്ലേ. ആ കൂട്ടത്തിൽ എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയായിരുന്നു കേട്ടോ, നിനക്ക് ഞാൻ എവിടെ ഇല്ലാത്ത അങ്ങനത്തെ മാലയും വളയൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട് എന്ന് പറയൂ കേട്ടോ. അങ്ങനെ ഇതാ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു 8 പവൻ്റെ ഒരു മാല കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയാണ്, 3 ചുറ്റുള്ള മാല കേട്ടോ. എൻ്റെ ഉമ്മ എപ്പോഴും പറയണ പോലെ തന്നെ ആർക്കും ഇല്ലാത്ത, അന്ന് ഞാൻ ആരടുത്തും കാണാത്ത നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അന്ന് അടിപൊളി എന്നുള്ള വാക്കാരും ഉപയോഗിക്കാത്ത കാരണം നല്ല ഭംഗിയുള്ളൊരു മാല കേട്ടോ. അന്ന് എൻ്റെ ഉമ്മയ്ക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു തന്നു. പിന്നെ 15 വളകൾ വാങ്ങിച്ചു തന്നു. പിന്നെ അതേപോലെ തന്നെ നെക്ലസ് ഉണ്ടാവില്ലേ, അത് വാങ്ങിച്ചു. പിന്നെ നമ്മളെ മുടിയിൽ ഇങ്ങനെ കെട്ടുന്ന മുടിമെന്ന് ഇങ്ങനെ ചെവിമെന്ന് മുടിമക്ക് ഇങ്ങനെ കെട്ടുമല്ലോ, മുടിപ്പൂരണം വാങ്ങിച്ചു. അങ്ങനെ 10 വിരലിൽ മോതിരം വാങ്ങിച്ചു. പിന്നെ പാദസരം വാങ്ങിച്ചു. അങ്ങനെ കുറേ സ്വർണ്ണങ്ങൾ അന്ന് വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ എനിക്കിപ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയും സ്വർണ്ണങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ എടുക്കണോ? ഇല്ല കേട്ടോ, വളരെ വെയിറ്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്വർണ്ണം മാത്രമേ ഇവിടുന്ന് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്തൊക്കെ എടുത്തതെന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു കഥയുടെ ബാക്കി കുറച്ച് കഴിഞ്ഞ് പറയാവേ. അങ്ങനെ ഇതാ വീട്ടിലെത്തി ഒന്നുകൂടിയും കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മളെ സൺഡേ മൂഡ് നമ്മൾ കളയാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ ചെറിയൊരു കുഞ്ഞ് ട്രിപ്പ് പോകുകയാണേ. അപ്പോൾ എവിടേക്കാണെന്ന് ഞാൻ പറയണില്ല, എൻ്റെ സ്ഥിരം റൂട്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് പല കാര്യങ്ങളും സംസാരിച്ച് പോകാവേ. ഇനി ഒരു നഗ്നസത്യം പറയട്ടെ, ഇതുവരെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇടാനും കുറച്ചുകൂടി നല്ല സുഖമാണ് തോന്നുന്ന ഡ്രസ്സ് ഇങ്ങനത്തെ ഡ്രസ്സുകളാട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സും പല മോഡലും ഡ്രസ്സുകളാട്ടോ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു സമയത്ത് നമുക്കൊരു പിടുത്തുണ്ടാവുമല്ലോ, അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനോട് മടുപ്പാകുമായിരിക്കാം. ഇങ്ങനെയാണ് എനിക്കിപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എടുത്തപ്പോൾ ഷംനാസ് എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനത്തെ ഡ്രസ്സ് വേണ്ട കേട്ടോ, അങ്ങനത്തെ കുറേ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. എന്തോ ഈ ഒരു ഡ്രസ്സാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. ഞാൻ കൂടുതലായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യണമല്ല, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടാവില്ല കേട്ടോ. ഞാനെപ്പോഴും യാത്ര ചെയ്യാനും സുഖമുള്ളൊരു മെറ്റീരിയൽ അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ. കാരണം നമുക്കിത് എപ്പോഴും ഇടുമ്പോൾ വലിയൊരു ടൈറ്റ് അങ്ങനെയൊന്നും തോന്നാറില്ല, നമുക്കൊരു ഫ്രീ ആയി കിടക്കണ പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ.
അപ്പോൾ അങ്ങനെ ഈ ഒരു റൂട്ടിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ജന്മനാടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും ഈ റൂട്ട്. പക്ഷേ ഈ റൂട്ട് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാവേ. അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ വിഷയത്തിലേക്ക് വരാവേ. നമ്മളെ മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ ഒരുപാട് ഗോൾഡ് കൊടുക്കണം എന്നൊരു ദുരഭിമാനം നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ പൊതുവേ ഉണ്ടല്ലേ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിക്കാകുമ്പോൾ നമ്മൾ മാക്സിമം കൊടുക്കും. ഇനി ആർക്കും കൊടുക്കാനില്ലതോ, ഇനിയിപ്പോൾ കുറച്ച് കട ആയാലും കുഴപ്പമില്ല, ഈ കടമൊക്കെ അങ്ങ് വീട്ടിൽ തീർക്കാമല്ലോ, ഇനി രണ്ടാമതൊരാൾക്ക് കൊടുക്കാനില്ലല്ലോ എന്നുള്ള വാശിയിൽ കൊടുക്കുമല്ലേ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഞാനൊരു 20 ദിവസം 25 ദിവസം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോടുകൂടി അതിൻ്റെ ബോക്സ് വരെ അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു 25 ദിവസത്തിൻ്റെ ഉള്ളിൽ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അപ്പം മാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമല്ല നമ്മളിങ്ങനെ പോകുമ്പോൾ വലിയ മാലകളൊന്നും അങ്ങനെ പോകുമ്പോഴില്ലല്ലോ, നമ്മൾ ചെറിയ ചെറിയ മാലകളൊക്കെ അല്ലേ ഇടുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് എൻ്റെ അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ആ ഒരു മാലയ്ക്ക് ഞാൻ ഒരു 3-4 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത്ര യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു അടിപൊളി മാലയായിരുന്നു. ആ മാലയെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം ബാക്കിയെല്ലാം പോയപ്പോഴും ഞാനങ്ങനെ പറഞ്ഞു, എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് ആ മാല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ചെറിയ കുട്ടിയാകുമ്പോഴേ അവൾക്ക് ഞാൻ പറഞ്ഞതാണ്, ആർക്കും ഇല്ലാത്ത പോലത്തെ മാല ഞാൻ എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം വിൽക്കരുത്, നിങ്ങൾ പണയം വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മാലയെക്കുറിച്ച് പറയാൻ വലിയൊരു കഥയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അന്നത്തെ കാലത്തൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ നമ്മൾ സ്വർണ്ണമായാലും പണമായാലും ഒക്കെ വീട്ടുകാർക്ക് അങ്ങ് കൊടുക്കും. പിന്നീട് നമ്മൾ കെട്ടിയോനോ വൈഫോ ഒന്നും ആ ഒരു സംഭവം കാണൂല, പിന്നെ അവരോട് ചോദിക്കൂല കേട്ടോ. കാരണം അവരത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് എടുത്താലും നമ്മളത് എവിടെ നിന്ന് പോയി എന്ന് ചോദിക്കാനുള്ളൊരു മനോധൈര്യമൊന്നും നമുക്കന്ന് ഇല്ലാന്ന് തന്നെ കൂട്ടിക്കേട്ടോ. അങ്ങനെ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, ആ മാല അന്ന് നമ്മൾ വിൽക്കരുത്, പണയം വെക്കണം എന്നല്ലേ പറഞ്ഞത്, അത് നീ ചോദിച്ച് നോക്കണം കേട്ടോ, അത് എടുക്കാനുള്ള ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വന്നിട്ട് വീട്ടുകാരോട് ഞാൻ ചോദിച്ചു നോക്കി, ആ മാല എടുക്കാനുള്ള പൈസ എൻ്റെ ഉമ്മ തരാമെന്ന് പറഞ്ഞിക്കണു, അത് നിങ്ങൾ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ടോ. അപ്പോഴത്തേക്കിന് വീട്ടുകാർ എന്നോട് പറഞ്ഞതാണ്, അതൊക്കെ എപ്പോഴും ഉണ്ടെന്ന് വെച്ചിട്ടിരിക്കുക, അതൊക്കെ എന്നോ വിറ്റു എന്ന് പറഞ്ഞു കേട്ടോ. അന്നൊക്കെ ആൾ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വിവരം ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ആയിരിക്കും ആളും അത് അറിയണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, സാരല്ല മോളെ, അവർക്ക് കാശിന് ആവശ്യം വന്നിട്ടല്ലേ, സാരല്ല, ഇനി നമുക്ക് വേറെ എപ്പോഴേലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. പിന്നീട് കുറേ വർഷങ്ങൾ ഞാൻ കാലിലും കഴുത്തിലും കയ്യിലും ഒന്നും ഇല്ലാണ്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മയ്ക്ക് അത് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. കാരണം അത്രയും ഇഷ്ടപ്പെട്ട് ചെറിയ കുട്ടിയാകുമ്പോഴേ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഇടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ അവരെയിലൊക്കെ ഇങ്ങനെ കഴുത്തിലും കാലിലൊക്കെ കാണുമ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് ജോലിയൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പട്ടിണിയും പരിവട്ടമൊക്കെ മാറിയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത് 10 പവൻ്റെ ഒരു മാല വാങ്ങിച്ചിട്ടോ ആ സങ്കടം തീർക്കാൻ. അതുപോലെ തന്നെ 8 പവൻ്റെ 2 പാദസരം വാങ്ങിച്ചിട്ടോ. അത് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ എന്ന് വെച്ചാൽ ഒന്നും ഞാനത് നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അവർ ജീവിച്ചിരുന്നൊരു സമയത്ത് എനിക്ക് അവരെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ അവരിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് സഹായിക്കുമ്പോൾ നമ്മളതൊക്കെ സൂക്ഷിച്ച് അവർ ഓർമ്മകൾക്ക് വേണ്ടി നമ്മളതുപോലെ ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഡ്രസ്സിങ് ഓവറാണ്, അങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കണമായിരുന്നു ഇഷ്ടം. അതും ഞാൻ അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ആദ്യം മുതൽ അവരാണ് എന്നെ നല്ല അടിപൊളിയാക്കി നടത്തി അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പഠിപ്പിച്ചു കേട്ടോ. സോറി കേട്ടോ, ഇന്ന് നമ്മൾ എൻ്റെ ഒരു ജന്മനാട്ടിലൂടെ അല്ല കേട്ടോ വരുന്നത്. ഇന്ന് നമ്മൾ മണ്ണാർക്കാട്, അട്ടപ്പാടി, അഗളി അങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ വരുമ്പോൾ വിചാരിച്ചത് മണ്ണാർക്കാട്, അട്ടപ്പാടി ഇങ്ങനെ മുള്ളി വഴി ഊട്ടി കയറണം എന്നായിരുന്നു വിചാരിച്ചത്. അവിടെ ബ്ലോക്ക് ആയത് കാരണം തന്നെ നമുക്ക് അവിടേക്ക് അങ്ങോട്ട് ക്ലോസ്ഡാണ്, കയറ്റി വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ അഗളി വഴിയാട്ടോ ഊട്ടിയിലെത്തുന്നത്. അപ്പോൾ ഈ ഒരു അട്ടപ്പാടി റൂട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു അട്ടപ്പാടി റൂട്ട് വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ റൂട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഭയങ്കര പേടി. അപ്പോൾ ഞാൻ ഷിനാസിനും വല്ല മണ്ണടിച്ചിലും ഉണ്ടാവും, നമുക്കിപ്പോൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഒരു യാത്ര വന്നിട്ട് പകുതി വെച്ച് മടങ്ങാതെ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു സമ്മതക്കുറവ് കേട്ടോ. അങ്ങനെ പേടിച്ച് ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോഴാണ് അവിടെ ചെന്നപ്പോൾ മരം വീണെടുക്കുന്നുണ്ട്. അങ്ങനെ റോഡ് ബ്ലോക്കായി. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോരുക, വല്ല മണ്ണടിച്ചിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പെടും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവർക്കാർക്കും തിരിച്ചു വരാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മനസ്സോടുകൂടി എൻ്റെ പേടി കാരണം അവർ എൻ്റെ കൂടെ തിരിച്ചു വന്നു. നമ്മളിത് ആ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ തന്നെ വാർത്തയിലൊക്കെ വന്നു. അങ്ങനെ അട്ടപ്പാടി നമ്മൾ ചെന്നതിൻ്റെ തൊട്ടടുത്ത് എന്നെ മണ്ണടിച്ചിലുണ്ടായി, റോഡൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്തു അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എന്താവുമായിരുന്നു, അവിടെ കുടുങ്ങില്ലായിരുന്നോ എന്ന് ചോദിച്ചിട്ടോ. അങ്ങനെ അന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്ന് ഈ റൂട്ട് ആവാമെന്ന് വിചാരിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റൂട്ട് വളരെ കൃത്യമൊന്നും ഉണ്ടായില്ല, ഏതെങ്കിലും റൂട്ട് പോവാം, അത്രയേ ഉള്ളൂ കേട്ടോ.
ഇങ്ങനെയുള്ള റൂട്ടൊക്കെ പോകുമ്പോൾ മണ്ണിടിച്ചിലൊന്നും ഉണ്ടാവില്ല, മഴയൊന്നും ഇല്ലാത്ത ടൈം നോക്കി നമ്മൾ പോകണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളൊരു അശ്രദ്ധ കൊണ്ട് നമ്മളെ കൂടെയുള്ള ആൾക്കാരുടെ ജീവനും നമ്മളെ ജീവനും ആപത്തിലാവും. കാരണം അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇവർക്ക് ഇങ്ങനെ പൊതുവെ എപ്പോഴും ഇങ്ങനെ ഫോറസ്റ്റ് കയറാനാണ് എല്ലാവർക്കും താല്പര്യം കേട്ടോ. ഞാൻ എപ്പോഴും പറയും കാട്ടിൽ ജീവിക്കേണ്ടതായിരുന്നു എന്ന് പറയും കേട്ടോ. എന്നത്തെ പോലെ നമ്മൾ പുലർച്ചെ ഒന്നും പോന്നിട്ടില്ല കേട്ടോ. ഒരു 12:30-ക്കൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒഴിവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെയാണ് പോരുക. അത്രയും ഇറങ്ങിക്കാണാനും പൊതുവേ എപ്പോഴും താല്പര്യമില്ല കേട്ടോ. മുള്ളി വഴി ഊട്ടി നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയത് കാരണം തന്നെ നമുക്ക് അതിനെ വരാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് കണ്ടതിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു റൂട്ട് വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ കിന്നക്കോരയാണ് കേട്ടോ. ഊട്ടി വഴി കിന്നക്കോരയാണ് ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇത് അടിപൊളിയല്ല എന്നല്ല, എന്നാലും കുറച്ചും കൂടി ഭംഗിയാട്ടോ കാണാൻ. കുറച്ചും കൂടി നമുക്കതിനെ കണ്ടിരിക്കാൻ നമ്മൾ ആസ്വദിച്ചിരുന്ന് പോകും. ഇത് ഭംഗിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇതും കുഴപ്പമൊന്നുമില്ല. നമ്മളെ ചാനൽ തുടങ്ങിയ ഉടനെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരു ഓർണമെൻറ്റ്സിൻ്റെ. ആ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ വൈറലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു 10 പവൻ്റെ മാല, 8 പവൻ്റെ പാദസരം അങ്ങനെ എടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ. വേറെയും കുറച്ച് കാണിച്ചിരുന്നു, പക്ഷേ ഇതിനോട് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻറ്റുകളാണ് എന്താ ഇത് 10 പവനൊന്നുമില്ല, 8 പവനൊന്നുമില്ല, കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കള്ളം പറയാൻ നമുക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നതോ അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടിയതോ ഒന്നുമല്ല. രാവും പകലും നമ്മൾ അധ്വാനിച്ചിട്ട്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അവരൊരു ഇഷ്ടപ്രകാരം എനിക്ക് കാലിൽ പാദസരമൊക്കെ ഇടാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വെയിറ്റിൽ അങ്ങനെ വാങ്ങിച്ചു, ആ ഒരു ഗ്രാമിൽ വാങ്ങിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. കള്ളം പറഞ്ഞതൊന്നുമല്ല. അത് ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനിവിടെ കേൾക്കുമ്പോൾ അഹങ്കാരം കൊണ്ട് പറയാമെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. കാരണം ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നേരത്തെ ഫുഡിന് പോലും കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയല്ലേ കാതിലും കഴുത്തിലും ഒക്കെ. അപ്പോൾ അതും പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും സ്വർണ്ണം വാങ്ങിക്കുക എന്നുള്ളത് നമുക്കൊരു സമ്പാദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയതൊക്കെ വാങ്ങിച്ചാൽ അതിന് പണിക്കൂലി വരും. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ കാശും കിട്ടില്ല. അപ്പോൾ ഉള്ള കാശ് കൊണ്ട് സ്വർണ്ണം വാങ്ങിക്കുക എന്നുള്ളത് ആദ്യം മുതലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ മുതലേ ഉള്ളൊരു ബിസിനസ്സാണ് കേട്ടോ. നമ്മൾ കോയിൻസൊക്കെ വാങ്ങിച്ചിട്ട് റേറ്റ് കൂടുമ്പോൾ കൊടുക്കുക അങ്ങനെയുള്ളത് ആദ്യം മുതലേ ഞാൻ ചെയ്തു പഠിച്ച ടൈമാണ് കേട്ടോ. എൻ്റെ ഒരു മൈൻഡിൽ എപ്പോഴും നമുക്ക് എപ്പോൾ കൊടുത്താലും നമുക്ക് നഷ്ടമില്ലാത്ത റേറ്റ് കിട്ടുക സ്വർണ്ണം കേട്ടോ. സ്വർണ്ണത്തിൻ്റെ മൂല്യം ഒരിക്കലും കുറയൂല എന്നായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടിൽ. പക്ഷെ അത് തെറ്റിയില്ല കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുന്നേയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ ജ്വല്ലറി പോയ സമയത്ത് പഴയ സ്വർണ്ണം മാറ്റിയെടുക്കാനും ക്യാഷ് ആക്കാനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയാം 2000 രൂപയപ്പോൾ അവർ വാങ്ങിച്ചതാണ് എന്നിട്ടോ. അപ്പോൾ അവർക്കിതൊരു ലോട്ടറി ആണല്ലേ. ലോട്ടറി എന്ന് പറയാൻ പറ്റില്ല, ബമ്പറാണല്ലേ, എന്താ റേറ്റ്. പിന്നെ ഈ ഒരു റൂട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി റൂട്ടാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമുക്ക് നമ്മളെ മക്കളെ കൂടെ കളിച്ച് ചിരിച്ച് സംസാരിച്ച് നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുക. അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ. അല്ലാതെ സ്ഥലങ്ങൾ കാണൽ മാത്രമല്ല, നമ്മളെ ലൈഫിലുള്ള സന്തോഷമുള്ള കാര്യങ്ങളും സങ്കടമുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞും സമാധാനിപ്പിച്ചും എൻജോയ് ചെയ്തൊരു യാത്ര കേട്ടോ. നമ്മളെ ഫാമിലിക്കൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു യാത്രയും ഒരു സമയം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയരുത്. കാരണം നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനും പറ്റിയൊരു ടൈമും കൂടിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ വണ്ടിൻ്റെ ഉള്ളിലുള്ള തണുപ്പ് മാത്രമല്ല ആസ്വദിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അന്തരീക്ഷത്തെ തണുപ്പൊന്ന് ഏൽക്കാന്ന് വെച്ച് പുറത്തിറങ്ങി നിന്ന് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. തണുത്ത് വറക്കണം. നല്ല മഞ്ഞും മഴയും കോടയൊക്കെ ആയിട്ട് നല്ല തണുപ്പാട്ടോ. നമ്മൾ ഈ റൂട്ടൊക്കെ വരാറുണ്ടെങ്കിൽ പോലും നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാറൊന്നുമില്ല. പിന്നെ നമ്മൾ വരുന്ന ഫുൾ ടൈം സമയവും നല്ല വേനൽക്കാലം അങ്ങനെയൊക്കെ അല്ലേ. ഇതങ്ങനെയല്ലല്ലോ. മഴക്കാലം ആയത് തന്നെ എനിക്ക് നല്ല തണുപ്പാട്ടോ. എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല. തണുത്ത് വറക്കണം കേട്ടോ. പിന്നെ ഡ്രസ്സിങ് ഫുൾ കവറിങ് ഉള്ളതായത് കാരണം കുറച്ച് സമാധാനം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ ആ മടക്കത്തിൽ നമ്മൾ വഴിയിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടോ. കാരണം ഈ രാത്രി ആയതിനെ നമ്മൾ ഇനി വണ്ടിക്ക് വാങ്ങിച്ചാൽ നമുക്ക് കണ്ണൊന്നും കാണൂല. പിന്നെ ഇപ്പോൾ നമ്മളിനി ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ അതുമല്ല നീച്ചു മോനെ ഉറങ്ങിയാൽ പിന്നെ ഉറക്കത്തിന് എണീറ്റൊക്കെ കൊടുക്കണ്ടേന്ന് വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ഇനി പറയും അഹങ്കാരം കൊണ്ട് പറയാൻ. അങ്ങനെ അല്ല കേട്ടോ. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങളൊക്കെ കേട്ടോ ഒരുപാട് കടം വാങ്ങിച്ചിട്ടായാലും വേണ്ടില്ല. ഇനി നമുക്ക് നമ്മളെ ബാക്കി ആയുഷ്കാലം മുഴുവൻ ഈ കടങ്ങളൊക്കെ വീട്ടാലോ എന്ന് വെച്ചിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. നമ്മളെ മാതാപിതാക്കൾ എത്ര വാരി കോരി കൊടുത്താലും ചില മക്കൾക്ക് അത് കാണാനോ ഉപയോഗിക്കാനോ അത് ആസ്വദിക്കാനോ ഒന്നുമുള്ള യോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളില്ലാണ്ടായാലും അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് നാളേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള രീതിയിൽ കൊടുക്കുക. അല്ലാണ്ട് കുടുംബക്കാർക്കോ ബന്ധുക്കാർക്കോ നാട്ടുകാർക്കോ ഉപയോഗിക്കാനല്ല നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ മാതാപിതാക്കൾ അങ്ങ് മനസ്സിലാക്കണം.
നാളെ നമ്മളെ മക്കൾക്കൊരാവശ്യം വരുമ്പോൾ ഈ ബന്ധുക്കാരോ നാട്ടുകാരോ കുടുംബക്കാരോ ആരും ഉണ്ടാവില്ല. അവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കാരണം ഈ പറഞ്ഞ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ ആരും ഉണ്ടാവില്ല. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയണതാണ്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഒരുക്കങ്ങളെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ 3.5 പവൻ്റെ ഒരു കുഞ്ഞു മാല, 2 പവൻ്റെ 2 പാദസരങ്ങൾ, 1.5 പവൻ്റെ ഒരു കൈച്ചെയിന്, പിന്നെ 2 പവനം കൊണ്ട് 2 വളകൾ. ഇത്രയൊക്കെയാണ് കേട്ടോ ഒന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ മതി. മുന്നേ പറഞ്ഞതൊന്നും മറന്നിട്ടില്ല. സ്വർണം നമുക്കൊരു സമ്പാദ്യമാണ്. പക്ഷേ ഇതെനിക്ക് ഉപയോഗിക്കാനാണ്. സമ്പാദ്യം അവിടെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സൺഡേയിൽ നല്ലൊരു അടിപൊളി വിശേഷമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സമയം എനിക്കും നിങ്ങൾക്കും വിലപ്പെട്ടതാണ്. ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ